വെൽക്കം ടു ടുഡേസ് എപ്പിസോഡ് ഓഫ് ആസ്ക് ഡോക്ടർ മിംസ്. ഇന്നത്തെ എപ്പിസോഡിലെ വിഷയം പ്രമേഹ രോഗത്തിന്റെ സങ്കീർണതകൾ എങ്ങനെ തടയാം എന്നതാണ്. ഇന്ന് കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന രോഗമാണ് പ്രമേഹം. പ്രമേഹത്തെ തുടർന്ന് അവയവങ്ങൾ അപകടത്തിലാവുന്നത് തടയാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പ്രമേഹത്തെ കൃത്യമായി നിയന്ത്രിക്കുകയാണ്. ഗ്ലൂക്കോസ് നില പരിശോധിക്കാൻ ഏറ്റവും ഉത്തമം HbA1c പരിശോധനയാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു തവണ രക്തപരിശോധന നടത്തി പ്രമേഹമില്ലെന്ന് ഉറപ്പാക്കണം. വീട്ടിൽ ആർക്കെങ്കിലും പ്രമേഹമുണ്ടെങ്കിൽ 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ പരിശോധന നടത്തുക. പ്രമേഹമുള്ളവർ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് നിരന്തര രക്തപരിശോധന നടത്തി ഗ്ലൂക്കോസിന്റെ നില വിലയിരുത്തിക്കൊണ്ടിരിക്കണം. എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ ശരിയായ വിധത്തിലാണെന്ന് വർഷത്തിലൊരിക്കൽ പരിശോധന നടത്തി ഉറപ്പാക്കണം. ഡോക്ടറെ കാണുമ്പോഴൊക്കെ BP പരിശോധിക്കുകയും വർഷത്തിൽ 2 തവണ കൊളസ്ട്രോൾ പരിശോധിക്കുകയും പിന്നെ വർഷത്തിലൊരിക്കൽ കണ്ണു പരിശോധന നടത്തുകയും വേണം. റെറ്റിനോപ്പതിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണം. രോഗാവസ്ഥ കൃത്യമായി മനസ്സിലാക്കാൻ ഫ്ലൂറോസീൻ ആൻജിയോഗ്രാഫി പരിശോധനയും നടത്താറുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ചികിത്സയ്ക്ക് മരുന്ന്, ഇഞ്ചക്ഷൻ, ലേസർ ചികിത്സ, ശസ്ത്രക്രിയ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മൂത്രപരിശോധനയിലൂടെ വൃക്ക തകരാറുകൾ കണ്ടെത്താം. വൃക്കരോഗം പുരോഗമിച്ചവരിൽ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ പ്രതിദിനം 300 മില്ലിഗ്രാമിൽ കൂടുതലുണ്ടാവും. വൃക്കരോഗം പുരോഗമിക്കുമ്പോൾ ക്രിയാറ്റിനിൻ, യൂറിയ എന്നിവയും മൂത്രത്തിൽ കൂടും. ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ ചികിത്സ തേടണം. നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, ഇലക്ട്രോമയോഗ്രാഫി തുടങ്ങിയ പരിശോധനകളിലൂടെ രക്തക്കുഴലുകൾക്കുണ്ടായ ക്ഷതം മനസ്സിലാക്കാനാവും. പ്രമേഹത്തെ തുടർന്നുള്ള ലൈംഗിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറോട് തുറന്നു പറഞ്ഞ് ചികിത്സ തേടണം. വ്യായാമം ശീലമാക്കുകയും നടത്തം, ഓട്ടം തുടങ്ങിയ എയറോബിക് വ്യായാമങ്ങൾ 45 മിനിറ്റെങ്കിലും ചെയ്യണം. പുകയില, മദ്യം തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കണം. അനുയോജ്യമായ ഭക്ഷണശീലം കൃത്യമായി പാലിക്കണം. നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾ ഞങ്ങളെ ഇമെയിലിലൂടെ അറിയിക്കുക. Our email ID ask@drmims.com. We will meet tomorrow with another episode. Thank you.